പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ നിൽക്കുവാനുള്ള യോഗ്യത എനിക്കില്ല. അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് പ്രിയ. ഞാൻ വാഴക്കുളം സെൻറ്റ് ജോർജ് ഫോറേനോ പള്ളി ഇടവക അംഗമാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് ടിജോ നെടുങ്ങാട്ട് ലൂക്ക. ഇതെൻ്റെ ഞങ്ങളുടെ മോൻ നെഥാനിയൽ ടിജോ. ഞങ്ങൾക്ക് 10 വർഷമായിട്ട് പിള്ളേരില്ലായിരുന്നു. അപ്പോൾ ഉടമ്പടി എടുത്തു. 2/2/2024 ഞാൻ ഉടമ്പടി എടുത്തു ആദ്യമായിട്ട് ഇവിടെ വന്ന്. അപ്പോൾ ഉടമ്പടിയിൽ എല്ലാ നിബന്ധനകളും കൃത്യമായിട്ട് പാലിച്ചു പോകുന്നതായിരുന്നു. അപ്പോൾ ഞങ്ങൾ UK അവിടെ കുറച്ച് പരിമിതികളുണ്ട്, എങ്കിലും അതെല്ലാം ഞങ്ങൾ പാലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉടമ്പടി രണ്ടാമത് പുതുക്കിയത് 13/1/2025. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ, നാട്ടിൽ വന്നപ്പോൾ എനിക്ക് ചെറിയൊരു ചെക്കപ്പ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അതിനു മുമ്പ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് ഇത്രയും വർഷമായിട്ട് പിള്ളേരില്ലല്ലോ, അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാമെന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറയുന്നത്, അബ്രഹാം സാറയും ഒത്തിരി വർഷം കാത്തിരുന്ന് അവർക്ക് 100ാമത്തെ വയസ്സിലാണ് കുഞ്ഞുങ്ങളുണ്ടായെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അതൊക്കെ ബൈബിളിലുള്ളതല്ലേ, നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ, കാരണം ഒരു 42 ഇയേഴ്സ് കഴിഞ്ഞാൽ പിന്നെ പിള്ളേരുണ്ടാകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അപ്പം ഹസ്ബൻഡിന് ഒട്ടും വില്ലിങ് അല്ല ഒരു ഹോസ്പിറ്റലും പോയി IVF IUI അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യാൻ വില്ലിങ് അല്ല. എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി നമ്മൾ ഒരു ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്ന് നമ്മളെ ഒരു സ്കാൻ ചെയ്തു. അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്കൊരു മുഴയുണ്ട് യൂട്രസിൻ്റെ അകത്ത്, അതുകൊണ്ട് ആ മുഴ എടുത്ത് മാറ്റാതെ കൊച്ചുങ്ങളുണ്ടാവത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സർജറിക്ക് വേണ്ടി ഡേറ്റ് അവർ തന്നു. ഞങ്ങൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഓക്കെ എന്നാൽ ഡേറ്റ് തന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ ഡേറ്റ് തന്നു. പക്ഷേ അന്നേരം നമ്മുടെ മനസ്സിൽ ട്രീറ്റ്മെൻറ്റ് ഒരു ചെയ്യണ്ടെന്നൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോഴത്തേനും അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ടോക്കൺ ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ മുഴയുടെ കാര്യം മാത്രമുള്ള അച്ഛനോട് പറഞ്ഞോളൂ, അവിടെ എഴുതി വെച്ചുള്ള ഓഫീസിൽ. അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് പിള്ളേരില്ലാത്ത കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല. അച്ഛൻ്റെ മുമ്പിൽ നിന്നപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കുടുകൂടാ വെള്ളം വരുമായിരുന്നു, കാരണം എനിക്ക് അത്രയ്ക്ക് സങ്കടം വന്നു. അപ്പോൾ അച്ഛൻ്റെ മുഖത്ത് ഒരു ചെറിയ ചിരി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത്, ഈ അച്ഛൻ എന്തിനാണ് ചിരിക്കുന്നത് എന്നിങ്ങനെ ഓർത്തായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊന്നും അച്ഛനോടൊന്നും പറഞ്ഞൊന്നുമില്ല, എനിക്ക് പിള്ളേരില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അച്ഛൻ പറഞ്ഞു, അച്ഛനത് വായിച്ച് നോക്കിയിട്ട് ഉടമ്പടി തൈലം തന്നു. അത് കൊണ്ടുപോയി വയറിൽ പുരട്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ടോയ്ലറ്റിൽ പോയി. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി. തിരിച്ച് അച്ഛൻ എനിക്കൊരു വെഞ്ചരിച്ച കാശ് രൂപം തന്നു. ഞങ്ങൾ തിരിച്ചു പോയി. ഇവിടുന്ന് ഉടമ്പടിയൊക്കെ എടുത്ത് പുതുക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോയി. UK ചെന്നു. അവിടെ ചെന്ന് എല്ലാ ദിവസവും നമ്മൾ ഉടമ്പടി തൈലം ഡ്യൂട്ടിക്ക് പോകുമ്പോഴും വരുമ്പോഴും എല്ലാം കുടുംബ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം ഇങ്ങനെ ഉടമ്പടി തൈലവും വെഞ്ചരിച്ച ഉപ്പും, ഈവൻ ഞങ്ങൾ ഉണ്ണുന്ന സമയത്ത് ഇച്ചിരി കുറച്ചൊക്കെ വെഞ്ചരിച്ച ഉപ്പ് എടുത്ത് ചോറിൻ്റെ അകത്തൊക്കെ ഇട്ട് കഴിക്കുമായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് ആ 2 മാസം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പ്രഗ്നൻ്റായി. അപ്പം ഓരോരുത്തർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, പൈസ ഉണ്ടാക്കി നടക്കുവാണ്, പിള്ളേരില്ലാത്തവർക്കറിയാം അതിൻ്റെ വിഷമം ആൾക്കാരുടെ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ നാട്ടിൽ വരാനോ ആൾക്കാരെ ഫേസ് ചെയ്യാനോ വിളിക്കാനോ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം 10 വർഷമായി എല്ലാവരും ചോദ്യം തുടങ്ങി, ഇതെന്നാ നിങ്ങൾ ട്രീറ്റ്മെൻറ്റിനൊന്നും പോകുന്നില്ലേ എന്നൊക്കെ ഭയങ്കര ചോദ്യം. എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നോർമലായിട്ട് ഒരു കുഞ്ഞിനെ തരണം. അപ്പം ഞാൻ കൂടുതലും മനുഷ്യനോട് സംസാരിക്കുന്നതിലും കൂടുതൽ ഞാൻ ഈശോയോടും മാതാവിനോടും യേശുപിതാവിനോട് പ്രാർത്ഥിക്കും. അപ്പം ഞാനിങ്ങനെ യേശുപിതാവിനോടും മാതാവിനോടും ഈശോയോടും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, നെസറത്തിലെ തിരുക്കുടുംബം പോലെ എൻ്റെ കുടുംബത്തെ ആക്കണേ എന്ന് പറയും എന്നും പ്രാർത്ഥിക്കുമ്പം. അപ്പം ഞാൻ പറയും, എനിക്കൊരു കുറവുണ്ട്, നെസറത്തിലെ കുടുംബം പോലെ ആക്കണമെങ്കിൽ എൻ്റെ കയ്യിലൊരു കൊച്ചു വേണമല്ലോ. അപ്പം ഞങ്ങൾ 25-ാം തീയതി ക്രിസ്മസിൻ്റെ അന്ന് ഞങ്ങൾ പള്ളിയിൽ പോയപ്പോഴത്തേനും ഞാൻ ഉണ്ണീശോയോ മാതാവിനോട് പറഞ്ഞു, അമ്മയുടെ കയ്യിലൊരു കുഞ്ഞുണ്ടല്ലോ 2025. അപ്പോൾ അതുപോലെ എൻ്റെ കയ്യിലും അടുത്ത വർഷം 2026 ഞാൻ വരുമ്പോൾ എൻ്റെ കയ്യിൽ അമ്മേനെ കാണാൻ വരുമ്പോൾ എൻ്റെ കയ്യിലും ഇതുപോലെ ഒരു ഉണ്ണിയെ ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു ഞാൻ പ്രഗ്നൻ്റായി. ഹോൾ ഓവർ എൻ്റെ പ്രഗ്നൻസിയിൽ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നു. എല്ലാവരും ചോദിക്കുന്നു, നിനക്ക് എന്നാ ലീവ് എടുത്ത എന്നാ കുഴപ്പം, കാരണം ഞങ്ങളവിടെ NHSലാണ് വർക്ക് ചെയ്യുന്നത് UK. അപ്പം നമുക്ക് ലീവ് വേണമെങ്കിൽ എടുക്കാം, എന്തെങ്കിലും സിക്ക് ഉണ്ടെങ്കിൽ. ഞാൻ പക്ഷേ എല്ലാ ദിവസവും വരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കുന്നു, എൻ്റെ കൂടെയുള്ള കൊളീഗ്സൊക്കെ ചോദിക്കുന്നു, നീ ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല എല്ലാ കാര്യത്തിലും. അപ്പോൾ ഇത്രയും സ്ട്രെങ്ത് നിനക്ക് എവിടെ നിന്നാണ്? ഞാൻ ഇപ്പം ഇടയ്ക്ക് എൻ്റെ കയ്യിലൊരു അച്ഛൻ തന്ന കാശ് രൂപം, ഒരു കൊന്ത ഞാൻ വാങ്ങിയായിരുന്നു. കൊന്തയിലിട്ട് ആ കാശ് രൂപം പിടിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു കുഞ്ഞു മാതാവിൻ്റെ ഇതുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ എടുത്ത് കാണിക്കും. ഇതാ എൻ്റെ ബലം എന്ന് പറയും. എപ്പോഴും ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അത് ഞാൻ പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് പോകുന്നത്. പിന്നെ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ള വചനം ഞാൻ എൻ്റെ പ്രഗ്നൻസിയിലും എല്ലാം എൻ്റെ ലൈഫിലും മൊത്തം ഞാൻ അത് മുറുകെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ എൻ്റെ പ്രഗ്നൻസിയിലൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേങ്കിൽ 8-ാം മാസം ആയപ്പോഴത്തേനും ഞങ്ങൾക്ക്
ഒരു വീട് ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ വന്നപ്പോഴത്തേനും പെട്ടെന്ന് എൻ്റെ ഫ്ലൂയിഡ് ലീക്കായി. അത് എല്ലാവരും വിചാരിച്ചു ഞങ്ങൾ അതായത് ഞാനെല്ലാം ചെയ്തതിൻ്റെ ഇതായിരിക്കുമെന്ന്. പക്ഷേ ഞാനൊന്നും ചെയ്തിട്ട് എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടീവ് ആയതുകൊണ്ട് പുള്ളിയാണ്, പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സും കൂടി സഹായിച്ചാണ് വീടിൻ്റെ ഷിഫ്റ്റിങ്ങും സാധനങ്ങൾ പിറക്കി വെക്കാനും എല്ലാം സഹായിച്ചത്. അതിൻ്റെ ഇതിൽ ഞങ്ങൾ ആ വീട്ടിലേക്ക് ചെന്ന് കയറി. പിന്നെ ഞങ്ങൾ പഴയ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ എനിക്കിങ്ങനെ ഫ്ലൂയിഡ് ലീക്ക് അടിച്ചു. അപ്പോൾ രാത്രി ഞാൻ അന്നേരം പെട്ടെന്ന് ഹസ്ബൻഡിനോട് പാനിക്കാവുമല്ലോ എന്ന് വിചാരിച്ച്, എനിക്കറിയാം എൻ്റെ കൊച്ച് പുറത്ത് വരാൻ പോവാന്ന്. അപ്പോൾ അതിന് മുമ്പ് ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് എൻ്റെ കുഞ്ഞിങ്ങനെ തള്ളുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ഫ്രണ്ട്സിനോട് പറയും, ഇവൻ നേരത്തെ ചാടി പോരുമെന്നാണ് തോന്നുന്നതെന്ന് പറയുമായിരുന്നു. എന്നിട്ട് എൻ്റെ കുഞ്ഞ് 8-ാം മാസം ആയപ്പോഴത്തേനും ഞാനിങ്ങനെ ഫ്ലൂയിഡ് ലീക്ക് അടിച്ചു. ഞാൻ പറഞ്ഞ ഹസ്ബൻഡിനോട് എന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് എത്തിക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ചോദിച്ചു എന്നാ പറ്റിയത്. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ചെറുതായിട്ട് ലീക്ക്. അപ്പം പേടിക്കാൻ മാത്രം എന്തെങ്കിലും പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു ഒന്നും പേടിക്കാനില്ല, കാരണം ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി പാനിക്കാവും, എന്തെങ്കിലും ആക്സിഡൻ്റ് ആയാൽ പിന്നെ അതും നമ്മൾ തന്നെ സഹിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല. അന്നേരം ഞാനിങ്ങനെ ഫ്ലൂയിഡ് ലീക്ക് അടിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ മാതാവ് എൻ്റെ കുഞ്ഞിനെ കാത്തോളങ്ങനെയെന്ന് ഞാൻ ഉറക്കെ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ആ സമയത്ത് വീട്ടിലില്ലായിരുന്നു, പുറത്ത് പോയി. പെട്ടെന്ന് കയറി വന്നപ്പോഴാണ് ഇത് ഞാനിങ്ങനെ പറഞ്ഞത്. എന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി ഡോക്ടർ ചെക്ക് ചെയ്തപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു 5 to 6 സെൻറ്റിമീറ്റർ ആയി പെട്ടെന്ന്. അന്നേരം ഓൾറെഡി ഡോക്ടർ പറഞ്ഞു ഇത്രയും വജൈനൽ ഇൻഫെക്ഷൻ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് പുറത്ത് വന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നിട്ട് എന്നോട് ചോദിച്ചു ഇതുവരെ നിനക്കൊരു സിംറ്റംസും ഇല്ല. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്കൊരു പനിയാട്ടെ വേറെ ഒരു കുഴപ്പമാട്ടെ ഒന്നുമില്ല. പക്ഷേ എന്തോ ദൈവമാതാവിൻ്റെ കൃപ, പരിശുദ്ധാമ്മയുടെ കൃപ കൊണ്ട് എനിക്ക് ഒരു കുഴപ്പവും ആ പ്രഗ്നൻസിയിൽ വന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ ഡെലിവറി റൂമിൽ കയറി. ഡെലിവറി റൂമിൽ ചെന്നപ്പോൾ അവർ ചോദിക്കുന്നു വേദനയൊന്നുമില്ലേ, ഫ്ലൂയിഡ് അപ്പം ഓൾമോസ്റ്റ് മൊത്തം പോയിരിക്കുമോ, ഫ്ലൂയിഡ് മൊത്തം ലീക്ക് അടിച്ച് പോയി. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവർ രാവിലെ തൊട്ട് പെയിൻ ഇല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ വരെ ഞാൻ അവിടെ കിടന്ന്, എനിക്ക് വേദനയില്ല, പുഷ് ചെയ്യുന്നുണ്ട്, പക്ഷേ വരുന്നില്ല. അവസാനം 9:45 ആയപ്പോഴത്തേനും എനിക്ക് ബേബീനെ കിട്ടി. അപ്പോൾ എല്ലാവർക്കും പേടി, കാരണം 8-ാം മാസം ജനിച്ചുകൊണ്ട് വെയിറ്റ് ഒത്തിരി കുറവായിരിക്കും. കൊച്ചെന്നാ ചെയ്യും, നാട്ടിൽ ഞങ്ങൾക്ക് ആരും സഹായത്തിനില്ല, വീട്ടിൽ നിന്ന് ആരെയും കൊണ്ടുവന്നിട്ടില്ല. എന്താണേലും ഞങ്ങളുടെ കൂടെ മാതാവുണ്ട്, ഈശോയുണ്ട്, അതുപോലെ യൗസേപ്പിതാവ് ഞങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് ആരും, കാരണം എനിക്ക് അപ്പനില്ല, അപ്പം എൻ്റെ കൂടെ എൻ്റെ അപ്പനായിട്ട് യൗസേപ്പിതാവുണ്ട്. അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എന്താണേലും അവിടെ ഡെലിവറി കഴിഞ്ഞു, നോർമലായിട്ട് ഇവനെ പുറത്തെടുത്തു. ഞാൻ 2.56 ഉണ്ടായിരുന്നു വെയിറ്റ്, ഒരു നോർമൽ ബേബിയുടെ വെയിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ UK-ലെ റൂൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവൻ നോർമൽ ബേബിയാണെങ്കിൽ പോലും നമ്മളെ നിയോനേറ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുപോയി ആക്കും. അങ്ങനെ അവിടെ 2 വീക്സ് അവൻ കിടന്നു. അവനൊരു കുഴപ്പമില്ലായിരുന്നു. അവന് ഫീഡൊക്കെ ടോളറേറ്റ് ചെയ്തു. എല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ പ്രഗ്നൻസിയിൽ ഓരോ സ്കാനിന് പോകുന്നതിന് മുമ്പ്, അത് ഞാൻ പറയാൻ വിട്ടുപോയത്, സോറി. പ്രഗ്നൻസിയിൽ ഓരോ സ്കാനിന് പോകുന്നതിന് മുമ്പ് നമ്മൾ ഉടമ്പടി വെഞ്ചരിച്ച ഉപ്പ് എടുത്ത് ഞാൻ കുറച്ച് പോക്കറ്റിൽ വെക്കും, ചെറിയ ടിഷ്യൂവിൻ്റെ അത് പൊതിഞ്ഞ്. എന്നിട്ട് അവിടെ കൊണ്ടുപോയി കിടക്കുന്ന ആ ടേബിളിന് അവിടെ കിടക്കുന്നിടത്ത് ഞാൻ തരുമായിരുന്നു. പിന്നെ അതുകൂടാണ്ട് തൈലം ഡോക്ടർ കാണാതെ ഞാൻ അൾട്രാസൗണ്ടിൻ്റെ സ്കാൻ ചെയ്യുന്ന അത് പ്രോബയിലും വെക്കും. പിന്നെ എൻ്റെ വയറേലും പുരട്ടുമായിരുന്നു, വിശ്വാസ പ്രമാണം ചെല്ലുമായിരുന്നു. ഇതെൻ്റെ എല്ലാ സ്കാനിനും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2ാമത്തെ സ്കാൻ ആയപ്പോഴത്തേനും അവർ പറഞ്ഞു ഒരു മുഴയല്ല 2 ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഓർത്ത് കൊച്ചിന് വല്ല പ്രശ്നവും വരുമോ എന്ന്. പക്ഷേ കൊച്ചിനൊരു പ്രശ്നവും വന്നില്ല. എന്നിരുന്നാലും ഇത്രയും വെയിറ്റോട് കൂടി കുഞ്ഞുണ്ടായി. ആ ഉണ്ടായ സമയത്ത് നിയോനേറ്റലായിരുന്നപ്പോൾ പോലും നമ്മൾ കുഞ്ഞിന് എപ്പോഴും വെഞ്ചരിച്ച തൈലം നെറ്റിയെ പുരട്ടി വിശ്വാസ പ്രമാണം ചെല്ലുക. നമുക്ക് രാവിലെ തൊട്ട് അവനെ കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ എല്ലാ സമയവും നമ്മൾ വെഞ്ചരിച്ച് തൈലം വെച്ച് അവൻ്റെ നെറ്റിയിൽ പ്രാർത്ഥിക്കും, വിശ്വാസ പ്രമാണം ചെല്ലുമെന്ന്. നവംബർ 25 വരേണ്ടതാണ് അവൻ. അപ്പോൾ ആ സമയം വരെ അവിടെ കിടക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പെട്ടെന്ന് ഒരു ദിവസം ഡോക്ടർ പറഞ്ഞു ഇവൻ ബിഗ് ബേബി അല്ലേ, ഞങ്ങൾ ഡിസ്ചാർജ് ആക്കുമെന്ന് പറഞ്ഞു. നമ്മളൊന്നും റെഡി ചെയ്തിട്ടില്ല, എല്ലാം റെഡി ചെയ്ത് പെട്ടെന്ന് ബേബീനെ ഡിസ്ചാർജ് ആക്കി തന്നു. ഞാനപ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു കിടന്നപ്പോൾ. ഡെയിലി ബ്രെഡൊക്കെ കൂടും, എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഡെയിലി ബ്രെഡൊക്കെ കൂടുമ്പോഴത്തേനും ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ അമ്മയുടെ കുഞ്ഞ് അമ്മയുടെ കൂടെയല്ലേ കിടന്നത്, എൻ്റെ കുഞ്ഞിനെ അവിടെ കൊണ്ടേ ആക്കിയേക്കുവാണല്ലോ, അപ്പോൾ എൻ്റെ കൂടെ തരണം എന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് അമ്മ തന്നെ ഒരു ദിവസം പെട്ടെന്ന് ഡോക്ടറിനെ കൊണ്ട് പറയിപ്പിച്ച മാതിരി ഡിസ്ചാർജ് ആക്കുവാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ കൂടെ അവൻ വന്നു. ഞങ്ങൾ അവന് പേരിട്ടേക്കുന്ന ആ ഇടയ്ക്കെല്ലാം ഡെയിലി ബ്രെഡിൽ അച്ഛൻ എപ്പോഴും നെതാനിയേലിൻ്റെ കഥയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് എപ്പോഴും ആ വചനം വെച്ചാണ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ വേറെ പേര് സെലക്ട് ചെയ്തതാണ്. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം പേര് ഇടുന്ന കാര്യം അവിടെ ഹോസ്പിറ്റലുകാർ ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് ചാടി പറഞ്ഞു നെതാനിയേൽ എന്ന് മതിയെന്ന്. അങ്ങനെ അവന് നെതാനിയേൽ എന്ന് പേരിട്ടു. അങ്ങനെ 10 വർഷം കൂടി ഞങ്ങൾക്കുണ്ടായ ഇത് കുഞ്ഞിന് നെതാനിയേൽ എന്ന് പേരിട്ട് ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി.
പ്രിയ ഓൾറെഡി പറഞ്ഞായിരുന്നു ഞങ്ങൾ NHS വർക്ക് ചെയ്യുകയാണ് നേഴ്സായിട്ട്. അപ്പോൾ അവിടെ എല്ലാം ഒരുവിധം എൻ്റെ കോളീഗ്സ് അവർ ഓസ്ട്രേലിയക്ക് അപ്ലൈ ചെയ്തായിരുന്നു. അപ്പോൾ എനിക്കൊരാഗ്രഹം ഇതുപോലെ ഓസ്ട്രേലിയയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ എന്ന്. അപ്പോൾ ഞാൻ പ്രിയയോട് പറഞ്ഞു നമുക്കിങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ എന്ന്. അപ്പോൾ അതിന് മുമ്പ് അത് ഒത്തിരി തടസ്സങ്ങളുണ്ട്. അവർ ഞാൻ വർക്ക് ചെയ്തെടുത്തു നിന്നൊക്കെ ഗുഡ് സ്റ്റാൻഡിങ് മേടിക്കണം. പ്രത്യേകിച്ച് കുവൈറ്റിൽ ഞങ്ങൾ കുറച്ച് വർഷം ഉണ്ടായിരുന്നു. കുവൈറ്റിൽ ഗുഡ് സ്റ്റാൻഡിങ് കിട്ടുന്നത് പറഞ്ഞാൽ ഒരു ചാലഞ്ചിങ് ആണ്. അപ്പോൾ എന്തായാലും അത് അപ്ലൈ ചെയ്യുന്ന മുമ്പ്, സബ്മിറ്റ് ചെയ്യുന്ന മുമ്പ്, ഡോക്യുമെൻറ്റ്സ് അയക്കുന്നതിന് മുമ്പ് ഞാൻ വിശുദ്ധ തൈലം പറ്റി, ലാപ്ടോപ്പിൽ വിശുദ്ധ തൈലം പറ്റി ഉപ്പ് ഇച്ചിരി നാവിലിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി, ഗോസ്പൽ റോമൻസ് ചാപ്റ്റർ 10 വേഴ്സസ് 9 ചൊല്ലിയായിരുന്നു. ഇഫ് യു കൺഫേഴ്സ് വിത്ത് യുവർ ടങ് ദാറ്റ് ലോർഡ് ഈസ് ഗോഡ് and if you have received the grace by the Lord, it is not by yourself but it is through the gift of God ചൊല്ലായിരുന്നു. അത് ചൊല്ലി സബ്മിറ്റ് ചെയ്തു. ഗുഡ് സ്റ്റാൻഡിങ്ങും കിട്ടി, മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അതും കിട്ടി. ബാക്കി എല്ലാ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്തു. പിന്നെ ഇത് ഓസ്ട്രേലിയൻ പോയിൻ്റ് ബേസിസിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതുകൊണ്ട് ലാംഗ്വേജ് എക്സാമിനേഷൻ റിക്വയർഡ് ആയിരുന്നു. OET ഒന്നുകൂടി അപ്ലൈ ചെയ്യേണ്ടി വന്നു. OET 3 വർഷം മുമ്പ് UK പോകുന്നതിന് മുമ്പ് OET കൊടുത്തായിരുന്നു. അത് 4ാമത്തെ അറ്റംപ്റ്റിൽ കിട്ടിയതാണ്. അതിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞായിരുന്നു. അതുകൊണ്ട് എക്സാം ഡേറ്റ് എടുക്കുന്ന മുമ്പ് ഞാൻ മാതാവിനോട് തുറന്ന് പറഞ്ഞു, മാതാവ് എൻ്റെ പൊന്നമ്മേ, മാതാവിനെ അറിയാലോ, UK വരുന്ന മുമ്പ് 4ാമത്തെ പ്രാവശ്യം അറ്റംപ്റ്റ് കിട്ടിയതാണ്. വളരെ പാടാണ്, വലിയ കഴിവോ ബുദ്ധിയൊന്നുമില്ല. മാതാവ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ മാതാവ് എനിക്കിത് ഇത് ശരിയാക്കി തരണമെന്ന് മാതാവ് പറഞ്ഞു. എൻ്റെ പൊന്ന മാതാവ്, എൻ്റെ പൊന്ന ഈശോയെ, എനിക്ക് ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റില്ല, ഇനിയും കിട്ടിയില്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഫസ്റ്റ് ചാൻസ് തന്നെ എൻ്റെ പൊന്ന അമ്മ എനിക്ക് ശരിയാക്കി തരണമെന്ന് പറഞ്ഞു. OETക്ക് ഡേറ്റ് എടുത്തു. മാതാവിനോട് പറഞ്ഞു, മാതാവിനെ ആശ്രയിച്ച് ഞാൻ ഡേറ്റ് എടുത്തു. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ UK ഡ്രൈവിംഗ് ഡേറ്റിന് അപ്ലൈ ചെയ്തായിരുന്നു. എക്സാമിൻ്റെ ഒരു 2 മാസം മുമ്പ് ഞാൻ ഡേറ്റ് എടുത്തായിരുന്നു. അവിടെ ഡ്രൈവിംഗ് കിട്ടാനും വേറൊരു ചലഞ്ചിങ് ടാസ്ക്കാണ്. എനിക്ക് സെക്കൻഡ് അറ്റംപ്റ്റിൽ കിട്ടിയത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടാത്തതുകൊണ്ട് എനിക്ക് വലിയ വിഷമമൊന്നുമില്ല, കാര്യം ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി. അപ്പോഴെൻ്റെ ഒരു ഡീപ്പ് ഇൻസൈറ്റ് പറഞ്ഞു, ഇത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയ എൻ്റെ ഇനി അപ്കമ്മിങ് OET എക്സാമിന് അത് ബാധിക്കും, എനിക്കത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി. കാരണം അന്നേരം ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയ കാർ എടുക്കും, അങ്ങനെ കുറേ സമയം പോകും, അങ്ങനെ കറങ്ങാൻ പോകും, അങ്ങനെ OET അങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടിയില്ലാത്തതുകൊണ്ട് സെക്കൻഡ് അറ്റംപ്റ്റിലൊരു ഡേറ്റ് എടുത്തു. അത് OET കഴിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ OETയിലേക്ക് തിരിച്ചു വരുമ്പോൾ OET എക്സാമിന് ഡേറ്റ് എടുത്തു. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് OET എക്സാമാണ്. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് സ്പീക്കിങ് അറ്റ് ഹോമാണ് ത്രൂ ലാപ്ടോപ്പ്. അപ്പോൾ സ്പീക്കിങ്ങിൻ്റെ എക്സാമിൻ്റെ തലേദിവസം ഞാൻ ഇതുപോലെ ഡെയിലി ബ്ലെസ്സിങ്, കൃപാസനം, ധ്യാനവും കണ്ടു. മാതാവിനോട് മാധ്യസ്ഥ അപേക്ഷ, എൻ്റെ പൊന്നമ്മേ, ഈ പൊക്കവും വണ്ണേ ഉള്ളൂ, ലുക്കൊക്കെ ഉള്ളൂ, വാ തുറന്ന പൊട്ടത്തരം പറയുള്ളൂ, അതുകൊണ്ട് സ്പീക്കിങ്ങിന് മാതാവ് എന്നെ സഹായിക്കണം. സ്പീക്കിംഗ് എക്സാമിന് വേണ്ടി ഞാൻ പ്രത്യേകിച്ച് മാധ്യസ്ഥ അപേക്ഷിച്ചു. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കാൻ വേണ്ടി ഈശോയോട് പറഞ്ഞു. ഗോസ്പൽ ജോൺ ചാപ്റ്റർ 14 വേഴ്സസ് 6, ബട്ട് ദ അഡ്വക്കേറ്റ് ദ ഹോളി സ്പിരിറ്റ് ഹും ദ ഫാദർ സെൻസ് വിൽ ടീച്ച് എവറിത്തിങ് ആൻഡ് വിൽ റിമൈൻഡ് യു എവറിത്തിങ്. ഞാൻ എപ്പോഴും പറഞ്ഞ് പ്രാർത്ഥിക്കായിരുന്നു പ്രാക്ടീസ് ചെയ്യുമ്പോൾ. പ്രാക്ടീസിൻ്റെ സമയത്താണെങ്കിൽ മോക്ക് ടെസ്റ്റിനാണെങ്കിൽ എനിക്ക് ഒരിക്കലും കിട്ടില്ല, എപ്പോഴും ഫെയിലാണ്. അതുകൊണ്ട് എൻ്റെ ഓൺലൈൻ ട്യൂട്ടർ പറഞ്ഞു, നീ എക്സാമിന് റെഡിയല്ല, ബെറ്റർ റീസ്കെഡ്യൂൾ ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഞാൻ റീസ്കെഡ്യൂൾ ചെയ്തില്ല. മാതാവിനെ ആശ്രയിച്ച് ഞാൻ ആ ഡേറ്റ് എടുത്തത്, അതുകൊണ്ട് ആ സെലക്റ്റഡ് ഡേറ്റ് മാറ്റുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാതാവിനെ ഈശോയെ ഞാൻ തുറന്ന് പറഞ്ഞു, മാതാവ് ഈശോയെ, ഞാൻ ഡേറ്റ് എടുത്ത മാതാവിനെ ഈശോനെ ആശ്രയിച്ചത്, അതുകൊണ്ട് നാണം കെടുത്താൻ ഇടവരുത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സ്പീക്കിങ്ങിന് ഇരിക്കുമ്പോൾ ലാപ്ടോപ്പിൽ ഞാൻ വിശുദ്ധ തൈലം തേച്ച് ഉപ്പ് ഇട്ട്, ഇരിക്കുന്ന ടേബിളിൽ ഉപ്പ് ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ സ്പീക്കിംഗ് തുടങ്ങിയപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്ത കാൾ എനിക്ക് ഇനഫ് ടൈം കിട്ടിയില്ല കവർ ചെയ്യാൻ പോയിൻറ്റ്സ്. എന്നാലും എനിക്ക് വലിയ വിഷമമില്ലായിരുന്നു, കാരണം മാതാവിനെ ആശ്രയിച്ചാൽ ഞാൻ സ്പീക്കിങ്ങിന് പ്രൊസീഡ് ചെയ്ത്. പിന്നെ നെക്സ്റ്റ് ഡേ എനിക്ക് ബാക്കി മൊഡ്യൂൾസ് ആയിരുന്നു, ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ്. ലിസണിങ് മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ, ലിസണിങ് സ്പീഡ് കേൾക്കുമ്പോൾ എനിക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല, എനിക്കത് ശരിയാക്കണം. റൈറ്റിങ് അതുപോലെ 3 വർഷമായി ഞാൻ ഇപ്പോൾ ലാപ്ടോപ്പ് യൂസ് ചെയ്തിട്ട് ടൈപ്പിംഗ് സ്പീഡൊക്കെ പോയി, എല്ലാം ടച്ച് പോയി.
എന്നെ സഹായിക്കണം. റീഡിങ് അതുപോലെ സ്പീഡിൽ വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. ഉള്ളത് തന്നെ കാര്യം മാതാവിനോട് തുറന്നു പറഞ്ഞു. എന്നെ സഹായിക്കണം, മാതാവ് ഈശോൻ്റെ കൂടെ ഉണ്ടായിരുന്നു എക്സാം ഹാളിലേക്ക് പോകുന്നതൊക്കെ 1 മണിക്കൂറുണ്ട് ജേണി. എക്സാം ഹാളിൽ ഞാൻ ഈ കൃപാസനം പ്രാർത്ഥന റിപ്പീറ്റ് ചൊല്ലിക്കൊണ്ടിരുന്നു. അതുപോലെ Deuteronomy chapter 31 verses 6, do not let your hearts be troubled, have faith in God, your God will go with you, along with you, be courageous and be brave എന്ന് പറഞ്ഞു. ഗോസ്പൽ ഞാൻ വായിച്ചുകൊണ്ടേയിരുന്നു. അതുപോലെ പോകുന്ന വഴിക്ക് ഞാൻ ഒരു സാക്ഷ്യം കൂടി കേട്ടായിരുന്നു. ഈ OITയുടെ എക്സാം തന്നെയായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയതിന്. അപ്പോൾ എനിക്കൊരു ഇച്ചിരി ഇൻസ്പിറേഷൻ വന്നു, വിശ്വാസം കൂടി. എക്സാം ഹാളിലെത്തുമ്പോൾ അവർ ഇൻവിജിലേറ്റേഴ്സ് ചെക്ക് ചെയ്യും. നമ്മൾ കയറുന്നതിന് മുമ്പ് പോക്കറ്റ്സൊക്കെ ചെക്ക് ചെയ്യും. ഞാൻ ഓൾറെഡി ഉപ്പൊക്കെ പോക്കറ്റിൽ ഒരു ടിഷ്യൂ പേപ്പറിലാക്കിയിട്ട് കൊണ്ടുപോയത്. അത് ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ ടോയ്ലറ്റിൽ കയറി ആ വിശുദ്ധ ഉപ്പ് ഞാൻ എൻ്റെ തലയിൽ മുകളിൽ വെച്ച്. അപ്പോൾ എനിക്ക് എക്സാം ഹാളിൽ കയറിയാൽ എനിക്ക് ആ ഇരിക്കുന്ന ടേബിളും കീപാഡിലൊക്കെ ഉപയോഗിക്കാമല്ലോ എന്നോർത്ത് ഞാൻ തലയിലൊക്കെ വെച്ചായിരുന്നു, തലമുടീൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഞാൻ കയറി ഇരിക്കുന്ന ടേബിളിലും കീപാഡിലും കുരിശും വരച്ച് വിശുദ്ധ പ്രമാണം ചൊല്ലി അങ്ങനെ പ്രൊസീഡ് ചെയ്തു. ഓരോ മൊഡ്യൂൾസ് ഭയങ്കര പാടായിരുന്നു, ടൈം കിട്ടിയില്ല. ലിസണിങ് ആണെങ്കിൽ അവസാനത്തെ ടാസ്ക് ഭയങ്കര പാടായിരുന്നു. അതുപോലെ റീഡിങ്ങിന് ടൈം കിട്ടിയില്ല. റീഡിങ് ഓൾമോസ്റ്റ് 5 to 7 ആൻസേഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്തില്ല. ജസ്റ്റ് എന്നാലും ഒന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടു. 1 മിനിറ്റേ ഉള്ളായിരുന്നു 7 ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യാൻ. പിന്നെ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ റൈറ്റിങ്ങിൽ പ്രാക്ടീസ് ചെയ്ത് പോയതാലും എനിക്ക് ടൈപ്പിംഗ് സ്പീഡ് ആയിട്ടില്ലായിരുന്നു. അവസാനത്തെ 1 മിനിറ്റിൽ അതായത് കൺക്ലൂഷൻ എനിക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റിയില്ല. അതും 3 മൊഡ്യൂൾസും ഭയങ്കര മോശമായിരുന്നു. പിന്നെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് ഇൻബോക്സിൽ വന്നു, റിസൾട്ട് ഇസ് റെഡി എന്ന് പറഞ്ഞ്. റിസൾട്ട് ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുന്ന മുമ്പ് കൃപാസനം പ്രാർത്ഥന ഓൾറെഡി രാവിലെ ചൊല്ലിയായിരുന്നു, ഡെയിലി ബ്ലെസ്സിങ് കൂടിയായിരുന്നു. ആ പ്രാർത്ഥന ഒന്നുകൂടി ചൊല്ലി വിശുദ്ധ തൈലം ലാപ്ടോപ്പിൽ തേച്ച് കുരിശ് വരച്ച് ഉപ്പും ഇട്ടായിരുന്നു. റിസൾട്ട് നോക്കുമ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ എൻ്റെ കണ്ണ് തന്നെ തള്ളിപ്പോയി. 2 കൈ തലയിലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് കിട്ടി എല്ലാം റിക്വയർഡ് സ്ക്വയർ B സ്കോർ. അങ്ങനെ എൻ്റെ വലിയ കഴിവിലും ബുദ്ധിയിലും അല്ല ഇത് കിട്ടിയത്. മാതാവിൻ്റെ മാധ്യസ്ഥയും ഈശോൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ഫസ്റ്റ് ചാൻസിൽ എന്നെ കിട്ടിയതാണ്. കാരണം UK വരുന്ന മുമ്പ് എനിക്കറിയാം ഭയങ്കര പാടായിരുന്നു. 4ാമത്തെ അറ്റം കിട്ടിയതാണ്. പിന്നെ ഡ്രൈവിങ്ങിൻ്റെ കാര്യം അപ്പോൾ ഇതുപോലെ പ്രാർത്ഥിച്ചിട്ട് ഡ്രൈവിങ്ങിൻ്റെ ദിവസം ഞാൻ ഡെയിലി ബ്ലെസ്സിങ് കേൾക്കുകയും തലേദിവസം ഞാൻ അച്ഛൻ്റെ പ്രസംഗം കേട്ടിട്ട് പിറ്റേ ദിവസം പോയത്. അതുപോലെ ഉടമ്പടി തൈലം ഞാൻ ഒന്നുകൂടി കുരിശ് വരച്ച് നെറ്റിയിൽ പൂശിയായിരുന്നു. അതുപോലെ ഉപ്പ് ഞാൻ ഒരു പേപ്പറിലാക്കി പോക്കറ്റിലുണ്ടായി. എക്സാം ടെസ്റ്റ് ഹാളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ എക്സാമിനെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചു. എക്സാമിന് ഇരിക്കാൻ പോകുന്ന സീറ്റിൽ ഞാൻ ഉപ്പിട്ട് വെതറി. അതുപോലെ സ്റ്റിയറിങ്ങിൽ ഞാൻ കുരിശിട്ട് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി. ഞാൻ വീട്ടിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവ് ഇത് സെക്കൻഡ് ചാൻസാണ്. ഇപ്പം തന്നെ ഒരുപാട് പൈസയായി, അവിടെ പഠിക്കണമെങ്കിൽ നല്ല തുകയാണ്. പിന്നെ മാതാവിനോട് ഈശോനെ തുറന്ന് പറഞ്ഞു, എനിക്ക് വലിയ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒന്നുമില്ല, വല്ലപ്പോഴും ഇവിടെ നാട്ടിൽ ലീവ് വന്നാൽ മാത്രം ഡ്രൈവിംഗ് എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് മാതാവ് ഈശോ എനിക്കിത് ശരിയാക്കി തരണം, ഇത് ലാസ്റ്റ് ചാൻസാണ്. പിന്നെ കുഞ്ഞും കൂടി ഉണ്ടാകുന്നതുകൊണ്ട് വണ്ടി അത്യാവശ്യമാണ്. മാതാവിനെ അറിയാലോ ഞങ്ങളുടെ സിറ്റുവേഷൻ. അതുകൊണ്ട് എനിക്ക് കിട്ടിയ എക്സാമിനർ വളരെ നല്ലതായിരുന്നു. ആ എക്സാമിനർ എന്നെ കുറേ മോട്ടിവേറ്റ് ചെയ്തു, ഹെൽപ്പ് ചെയ്തു. മാതാവിൻ്റെ മധ്യസ്ഥ ഈശോൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റും പാസ്സായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 2025 ഞങ്ങൾക്ക് വളരെ ഒരു ബ്ലെസ്സിങ്സ് ആയിരുന്നു. കാരണം കുഞ്ഞുണ്ടാവുന്നു, കാറിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. കാറ് ഞാൻ ആഗ്രഹിച്ച മനസ്സിലൊരു ചെറിയ ആഗ്രഹം ഉണ്ടെന്ന് SUV ഓടിക്കാൻ. പക്ഷേ ഞാനത് മാതാവിനോട് പറഞ്ഞില്ല. മാതാവ് എനിക്കൊരു സാധാരണ ഒരു പഴയ വണ്ടിയായാലും കുഴപ്പമില്ല, ഒരു സെക്കൻഡ് ഹാൻഡ് അത്യാവശ്യം നല്ല ഗുഡ് കണ്ടീഷനിലായിരിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ആ വിലയ്ക്ക് തന്നെ ഒരു SUV കിട്ടി. അത് പഴയതാണ്, നല്ല അത്യാവശ്യം ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്. അത് മാതാവ് എൻ്റെ കൂട്ടുകാരിലൂടെ പറയിപ്പിച്ചതാണ്. ഇത്രയും വിലയ്ക്ക് ഈ വണ്ടി മേടിക്കണമെങ്കിൽ മറ്റേ വണ്ടി നല്ല ഇതിലും ബെറ്ററായ വണ്ടിയുണ്ട് SUV. അപ്പോൾ അത് മേടിച്ചു. അത് നല്ല മാതാവിൻ്റെ മാധ്യസ്ഥ യേശുവിൻ്റെ കരുണ കൊണ്ട് അത് കിട്ടി. 2025 ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. പിന്നെ ഉടമ്പടി ജീവിതത്തിലായതുകൊണ്ട് ഞാൻ ഈ
അച്ഛൻ്റെ പ്രസംഗത്തിൽ അതുപോലെ ഡെയിലി ബ്ലെസ്സിങ്സ് അച്ഛൻ എപ്പോഴും ബൈബിൾ വേഴ്സസ് പറയുമല്ലോ, ആ ബൈബിൾ വേഴ്സ് ഞാൻ സ്ക്രീൻഷോട്ടാക്കി മൊബൈലിൽ ഒരു ബൈബിൾ ഫോൾഡറായിട്ട് ഞാൻ ഉണ്ടാക്കി. അങ്ങനെ ഒരു 115 ബൈബിൾ വേഴ്സസ് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. കുറച്ചൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു 10 എങ്കിലും എനിക്ക് കാണാതെ അറിയാം. പിന്നെ ഞങ്ങളുടെ സാലറിയിൽ നിന്ന് 10% വെച്ച് ഞങ്ങൾ ഡൊണേഷൻ ചെയ്യുന്നുണ്ട് അത്യാവശ്യമുള്ളവർക്കും. അതുപോലെ ഓർഫനേജിൽ ഞങ്ങൾ ഡൊണേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് മേടിച്ച ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ അവിടെ ചർച്ചിൽ കൊടുക്കുകയും പിന്നെ അവിടെ ഓൾമോസ്റ്റ് ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും അറിയാം. ആശുപത്രിയിൽ കൊണ്ടുകൊടുത്താൽ എല്ലാവരും പറയും, ഒരു 80% എല്ലാവർക്കും അറിയാം കൃപാസനം അതുപോലെ ഇവിടുത്തെ കിട്ടുന്ന പേപ്പറും പറ്റി. ചിലരൊക്കെ എടുക്കാൻ മടിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ തന്നെ ഉദാഹരണം പറഞ്ഞ് ഞങ്ങളുടെ സാക്ഷ്യം പറഞ്ഞ് അപ്പം ഞങ്ങൾ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കും, മാതാവിൻ്റെ മാധ്യസ്ഥം വഴിയിൽ ഈശോനെ എല്ലാവരും അറിയണം, മാതാവിൻ്റെ മാധ്യസ്ഥം വഴിയിൽ എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കൊടുക്കുമായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അസാധ്യ കാര്യങ്ങൾ ദൈവം സാധിച്ചതിനും ഒരുപാട് നന്ദി. പ്രത്യേകിച്ച് ഗോസ്പൽ ലുക്ക് ചാപ്റ്റർ 1:37 ഫോർ ഗോഡ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ ശരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ വർക്കൗട്ട് ചെയ്തതാണ്. താങ്ക് യു. 1 ദിനവൃത്താന്തം 5:20 ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. ടിജോയും ജീവിത പങ്കാളിയും രണ്ടുപേരും ഉടമ്പടിയെടുത്ത് പരിശുദ്ധമ്മയുടെ തിരുനടയിൽ ജീവിതം നവീകരിച്ചവരും വിദേശത്താണ് ജീവിക്കുന്നതെങ്കിലും ഉടമ്പടിയുടെ ഓരോ കാര്യത്തോടും ഹൃദയ നിഷ്കളങ്കതയോടുകൂടി വിശ്വസ്തത പുലർത്തുന്നവരുമാണ്. രണ്ടുപേരുടെ വാക്കുകളും നമ്മൾ കേട്ടു. രണ്ടുപേർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ അവർ പങ്കുവച്ചു. 2025 ഒരു ഇയർ ഓഫ് ബ്ലെസ്സിങ് എന്ന് അവർ തന്നെ നാമകരണം ചെയ്തു. കാരണം അവരുടെ ജീവിതത്തിൽ പൂർണ്ണമാകുവാൻ, കൂടുതൽ സന്തോഷവും സുരക്ഷിതത്വവും ഉണ്ടാകുവാൻ എന്തൊക്കെയായിരുന്നു അവർക്ക് ആവശ്യമുള്ളത് അതെല്ലാം അമ്മ മാതാവ് ഈശോനാഥൻ സമയച്ചുരുക്കത്തിൽ ഈ കുടുംബത്തിന് അനുവദിച്ച് നൽകിയതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ജോസഫച്ചനെ കണ്ട് കൈവപ്പ് ശുശ്രൂഷയിലൂടെ ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 10 വർഷമായി കുഞ്ഞുങ്ങളില്ലാതെ ക്ലേശിച്ചിരുന്ന ദമ്പതികൾക്ക്, മറ്റുള്ളവരിൽ നിന്ന് ഒത്തിരി കുത്തുവാക്കുകൾ കേട്ട മനോവിഷമം അനുഭവിച്ചിരുന്നവർക്ക് അമ്മ മാതാവ് ഏതാണോ അവരുടെ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള അനുഗ്രഹം, ആ അനുഗ്രഹത്തിലേക്കാണ് ആ ബ്ലെസ്സിങ് കൺവേർട്ട് ചെയ്യുന്നത്. അത് ഉടമ്പടിയിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. നാം ഒരു വിഷയം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ ഇന്നലകളും നാളെകളും അറിയുന്ന തമ്പുരാൻ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അനിവാര്യമായതും ഇപ്പോൾ അത്യാവശ്യമുള്ളതുമായ ബ്ലെസ്സിങ് ഏതോ ആ ബ്ലെസ്സിങ്ങിൽ നമ്മളെ ചേർക്കുവാൻ വേണ്ടി സഹായിക്കും. അതാണ് മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തിയത്. ഞങ്ങൾ അച്ഛനോട് കുഞ്ഞില്ലാത്ത കാര്യവും വിവാഹിതരായി 10 വർഷം എത്തിയ കാര്യവും ഒന്നും പറഞ്ഞില്ലെങ്കിലും അച്ഛൻ തന്ന ആശീർവാദത്തിന് ശേഷം ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ, ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങൾക്ക് ഉദരത്തിലൊരു കുഞ്ഞുരുവായെന്ന് തിരിച്ചറിയുവാൻ പറ്റി. ഒരു ചികിത്സയും ഒരു മരുന്നും അതിനുവേണ്ടി ആ നാളുകളിൽ എടുത്തിട്ടുമില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിലൊന്നും അസാധ്യമല്ല. ഈ സഹോദരൻ ആവർത്തിച്ച് ഈ തിരുവാക്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ജീവിതത്തിൽ ഓരോരോ അനുഗ്രഹം കിട്ടുമ്പോഴും വചനത്തിന് നിരന്തരം ഉറപ്പിച്ചു നൽകിയത് ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ എന്ത് കാര്യവും അവിടുത്തോട് നമുക്ക് ചോദിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സ്നേഹബന്ധമുള്ള അവകാശമുണ്ട്. അതാണ് സഹോദരൻ പറയുന്നത്. ഞാൻ OET എഴുതുവാൻ പോകുമ്പോൾ എനിക്കറിയാം, ആദ്യ തവണ ലഭിച്ചപ്പോൾ തന്നെ അത് 3 തവണ എഴുതി കിട്ടിയതാണ്. വർഷങ്ങൾ ഒത്തിരി കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡില്ല, പഠിക്കുവാൻ എനിക്ക് അത്ര കണ്ട് സമയം കൊടുക്കുവാൻ പറ്റുന്നില്ല, മറവിയും ഓർമ്മ ശ്രദ്ധിക്കുവാനുള്ള പരിമിതികളുമുണ്ട്. OET എഴുതിയെടുക്കുക എളുപ്പമല്ലെന്ന് എനിക്ക് സ്വയം തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് അമ്മയുടെ കരങ്ങളിലേക്ക് പറഞ്ഞു, എൻ്റെ പൊന്നമ്മ സഹായിച്ചില്ലെങ്കിൽ ഈ വിഷയം, ഈ ഒരു കടമ്പ ഞാൻ കടന്നു പോവില്ല. അതാണ് ഡയറക്റ്റ്ലി വി സ്പീക്ക് വാട്ട് വി ഹാവ്. നമ്മുടെ കുറവ് എന്താണോ, നമ്മുടെ കഴിവെന്താണോ, എന്താണോ നമ്മുടെ ആവശ്യം, അത് അമ്മയുടെ കരങ്ങളിലേക്ക് ഏറ്റവും എളിമയോടുകൂടി ഏൽപ്പിച്ചു കൊടുക്കുക. ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ
OET എക്സാം എഴുതുമ്പോൾ ഒക്കെ മകൻ ചെയ്തുകൊണ്ടിരുന്ന രീതി തൻ്റെ കഴിവില്ലായ്മകളെ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയിലേക്ക് ആശ്രയിച്ച് ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ വിശ്വാസത്തോടെ പ്രയോഗിച്ചു എന്നത് തന്നെയാണ്. അത് മകൻ എപ്പോഴും സംരക്ഷണമായി തീരുന്നു. അത്ഭുതപ്പെടുത്തുന്ന അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് മകൻ്റെ ജീവിതത്തെ കൂടുതൽ ഉയർച്ചയിലേക്ക്, സുരക്ഷിതത്വത്തിലേക്ക് നയിക്കുന്നുവെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ആ 8-ാം മാസം ഫ്ലൂയിഡ് മുഴുവൻ ലീക്കായി താനൊരു അപകടാവസ്ഥയിലേക്ക് മാറുന്നുവെന്ന് തിരിച്ചറിയുമ്പോഴും അമ്മയിൽ പൂർണ്ണമായി ശരണം വെച്ചുകൊണ്ട് ആ ഡെലിവറി റൂമിലേക്ക് ചെല്ലുന്നതും ആരോഗ്യമുള്ള കുഞ്ഞിനെ അമ്മ മാതാവ് യാതൊരു ക്ലേശവുമില്ലാതെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നതും. പ്രിയമുള്ളവരെ, ഈ കുടുംബം, ഈ യുവ ദമ്പതികൾ ദൈവസന്നിധിയിൽ 2 പേരും ഉടമ്പടിയെടുത്ത് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറാണോ? ദൈവം ജീവിതത്തിൻ്റെ ഏതു മേഖലയിലും എത്ര കണ്ട് പഴകിയ വിഷയത്തിലും എത്ര കണ്ട് അസാധ്യമായ ജീവിത പ്രശ്നത്തിലും ഇടപെട്ടുകൊണ്ട് നിനക്കില്ലാത്ത കഴിവുകളിൽ ദൈവത്തിൻ്റെ കൃപയാൽ അനുഗ്രഹം തന്നുകൊണ്ട് ജീവിതത്തെ സുരക്ഷിതമാക്കുമെന്ന്. നമ്മുടെ ജീവിതങ്ങളെ, അതിൻ്റെ നിയോഗങ്ങളെ അമ്മയുടെ കരങ്ങളിൽ പ്രത്യാശയോടെ കൊടുക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.